അന്വേഷണ സംഘത്തിന്റെ സമനില തെറ്റിച്ച് ചേർത്തലയിലെ തിരോധാന കേസിലെ തെളിവെടുപ്പ്. പ്രതി സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിൽ നിന്ന് ആദ്യം കണ്ടെത്തിയ അസ്ഥികഷ്ണങ്ങളുടെ DNA പരിശോധനാ ഫലം നാളെ ലഭിച്ചേക്കും. ഇതുവരെ കണ്ടെത്തിയ അസ്ഥികഷ്ണങ്ങൾ ഒരാളുടേത് തന്നെയാണെന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രാഥമിക നിഗമനം. മൃതദേഹാവശിഷ്ടമടക്കം നിർണായക തെളിവുകൾ ലഭിച്ചെങ്കിലും ചേർത്തല തിരോധാന കേസിലും ജൈനമ്മ കൊലപാതക കേസിലും ഇനിയും ചോദ്യങ്ങൾ ബാക്കിയാണ്. ദുരൂഹതകൾക്ക് അന്ത്യമില്ലാതെ തുടരുകയാണ് ചേർത്തലയിലെ അസ്ഥിമാടങ്ങളുടെ ഭൂമി. തെളിവെടുപ്പിന്റെ ഓരോ മണിക്കൂറിലും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പോലും സമനില തെറ്റിക്കുന്ന തെളിവുകളാണ് പുറത്തുവരുന്നത്. തിരോധാന കേസുകളിലെ അന്വേഷണത്തിൽ സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ ക്യാപ്പിട്ട പല്ലാണ് അന്വേഷണ സംഘത്തിനെ കുഴപ്പിക്കുന്നത്. തെളിവെടുപ്പ് അവസാനിപ്പിക്കാനാകാത്ത വിധം തെളിവുകൾ ഈ ഭൂമിയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. നാളെ ലഭിക്കുന്ന DNA ഫലമാകും കേസിൽ നിർണായകമാകുക. സെബാസ്റ്റ്യന്റെ വീട്ടുവളപ്പിലെ 2 ഇടങ്ങളിൽ നിന്നാണ് അസ്ഥി കഷ്ണങ്ങൾ കണ്ടെത്തിയത്. 20ഓളം കഷ്ണങ്ങളാണ് അന്വേഷണ സംഘം ഇതിനകം കണ്ടെടുത്തിട്ടുള്ളത്. എന്നാൽ 2 ഇടങ്ങളിൽ നിന്ന് ലഭിച്ച അസ്ഥികളും ഒരാളുടേതെന്ന് തന്നെയെന്ന പ്രാഥമിക നിഗമനത്തിലാണ് അന്വേഷണ സംഘം. ക്രൂരമായി കൊലപ്പെടുത്തിയ ശേഷം മറവ് ചെയ്ത മൃതദേഹം മാസങ്ങൾക്ക് ശേഷം പുറത്തെടുത്ത് വീണ്ടും കത്തിച്ചതാകാം എന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണക്കുകൂട്ടൽ. ആദ്യം അസ്ഥികഷ്ണങ്ങൾ കണ്ടെത്തിയ സ്ഥലത്തിന് തൊട്ടടുത്ത് തന്നെയാണ് രണ്ടാമതും അസ്ഥികഷ്ണങ്ങൾ കണ്ടെത്തിയത്. 2 ഭാഗങ്ങളിലായി മൃതദേഹാവശിഷ്ടങ്ങൾ കുഴിച്ചുമൂടിയതാകാം എന്നാണ് സംശയം. DNA പരിശോധനയിലൂടെ ഇക്കാര്യത്തിൽ വ്യക്തത വരും. ഇതിനൊപ്പം വീട്ടിൽ നിന്ന് ലഭിച്ച മറ്റു തെളിവുകളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കും. കൊല്ലപ്പെട്ടതെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കോട്ടയത്തെ അന്വേഷണ സംഘം. ചേർത്തല തിരോധാന കേസുകളിൽ ഇനി നിർണായകമാവുക DNA ഫലമാകും. കൊല്ലപ്പെട്ടത് ആരെന്നടക്കം അന്വേഷണത്തിന്റെ ഗതി തീരുമാനിക്കുന്നതും DNA ഫലം തന്നെ. വീഡിയോ ജേർണലിസ്റ്റ് സജിത് കുമാറിനൊപ്പം റിപ്പോർട്ടർ ശരത് എസ്. ഇൻ റിപ്പോർട്ടർ, ആലപ്പുഴ.